Welcome to the second class of Plus 2 Accountancy, Chapter 3, Admission of a Partner. എല്ലാവർക്കും പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് ടോപ്പിക്സാണ്. ഒന്ന് ന്യൂ റേഷ്യോ, രണ്ട് സാക്രിഫൈസിങ് റേഷ്യോ. ഒന്ന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എന്താണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ്സ്. രണ്ട് സാക്രിഫൈസിങ് റേഷ്യോ എന്നാൽ എന്താണ്, അതുപോലെ അതിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട 6 അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ്. അഡ്മിഷൻ്റെ സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നടത്തുന്ന പ്രധാനപ്പെട്ട 6 അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിൽ 2 അഡ്ജസ്റ്റ്മെന്റ്സ്, ഒന്ന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, 2 സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ആ 2 ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? ഒരു പാർട്ട്ണറുടെ അഡ്മിഷന് ശേഷം എന്തിനാണ് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രസക്തി? യെസ്, ശരിയാണ്. പഴയ ഫേമിൽ, ഉദാഹരണത്തിന് എയും ബിയും മാത്രമുള്ള പഴയ ഫേമിൽ ഉള്ള റേഷ്യോ അല്ല ഇനി മുതൽ എയും ബിയും സിയും ഉള്ള പുതിയ ഫേമിൽ ഉണ്ടാകാൻ പോകുന്നത്. ബിക്കോസ് there is an increase in the number of partners, so there should be a change in profit sharing ratio. If there is a change in the number of partners, naturally there should be a change in the ratio. Okay, so for that purpose we calculate new profit sharing ratio. Okay, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു, പാർട്ട്നേഴ്സിൻ്റെ എണ്ണം കൂടി, അപ്പോൾ സ്വാഭാവികമായും പ്രോഫിറ്റിൻ്റെ റേഷ്യോ, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ അത് മാറാം അല്ലേ? അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർക്ക് എന്ത് കിട്ടില്ല? യെസ്, അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ? ഉദാഹരണത്തിന് എയും ബിയും ആയിരുന്നു പഴയ ഫേമിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫേമിന് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ആര് ഷെയർ ചെയ്തെടുത്തിരുന്നു? എയും ബിയും മാത്രം ഷെയർ ചെയ്തെടുത്തിരുന്നു. അത് ഈക്വൽ റേഷ്യോയിലാവാം, മറ്റേതെങ്കിലും റേഷ്യോയിലാവാം. ഉദാഹരണത്തിന് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അഡ്മിഷന് തൊട്ട് മുമ്പ് വരെ ഓൾഡ് പാർട്ട്നേഴ്സായ എയും ബിയും അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്തെടുത്തിരുന്നു. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഡ്മിഷന് ശേഷം സി എന്ന് പറയുന്ന പാർട്ട്ണറെ പുതുതായി ഫേമിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? എയും ബിയും മാത്രം പ്രോഫിറ്റ് ഷെയർ ചെയ്താൽ പോരാ, സിക്ക് കൂടി ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കണം. റൈറ്റ്? അങ്ങനെ കൊടുക്കണമെങ്കിൽ അത് എവിടെ നിന്ന് കൊടുക്കും? ആര് കൊടുക്കും? വേറെ രീതിയിൽ പറഞ്ഞാൽ, സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആരിൽ നിന്ന് സ്വായത്തമാക്കും? ആരിൽ നിന്ന് നേടിയെടുക്കും? എങ്ങനെ നേടിയെടുക്കും? സിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടാൻ പോകുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒരു ഗെയിൻ, നേട്ടമാണ്. അതേസമയം അത് ആരാണ് കൊടുക്കുന്നത്? സിക്ക് കൊടുക്കുന്നത് ആരാണ്? യെസ്, ആരാണ്? ഓൾഡ് പാർട്ട്നേഴ്സായ എയും ബിയും. സാധാരണ ഇതിന് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി ബിയുടെ സ്വന്തം താല്പര്യപ്രകാരം സി അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബി ഒരു പക്ഷേ പറഞ്ഞേക്കാം, ഞാൻ തന്നെ എൻ്റെ ഷെയറിൽ നിന്ന് സിക്ക് കൊടുക്കാം, എയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. സാധാരണ എല്ലാ ഓൾഡ് പാർട്ട്നേഴ്സും ചേർന്നാണ് പുതിയ പാർട്ട്ണർക്ക് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കുക. എന്നാൽ ചിലപ്പോഴെങ്കിലും പഴയ പാർട്ട്നേഴ്സിൽപ്പെട്ട 1-2 പേര് മാത്രം ചേർന്ന്, അല്ലെങ്കിൽ ഒരാൾ മാത്രമായി പുതിയ പാർട്ട്ണർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കാം. അങ്ങനെയും സംഭവിക്കാം, അതിനും തടസ്സമൊന്നുമില്ല. ഓക്കെ, എന്താണെങ്കിലും എല്ലാ പാർട്ട്നേഴ്സിന്റെയും
സമ്മതത്തോടെ മാത്രമേ ഒരു പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഫിക്സ് ചെയ്യുകയുള്ളൂ. Now let us come to the meaning of new profit sharing ratio. It is a ratio in which all partners share the profits of the firm after admission. രണ്ട് വാക്കുകൾ അവിടെ കളർ മാറ്റിയിട്ടുണ്ട്. ഒന്ന് all partners, ALL, all, എല്ലാ പാർട്ട്നേഴ്സും. രണ്ട് ആഫ്റ്റർ, what? ആഫ്റ്റർ അഡ്മിഷൻ, റൈറ്റ്? അപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും ചേർന്നാണ് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഉള്ളത്. ഒന്ന്. രണ്ട്, ഇത് അഡ്മിഷന് ശേഷം നടക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷന് ശേഷമുള്ള ഒരു കാര്യമാണ്. Okay, before admission there was only one ratio, that is called old ratio. Now after admission there is new ratio. Okay. ഇനി ആ പുതിയ റേഷ്യോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഏതൊക്കെ ഷെയറുകളാണ് ഉൾപ്പെടുന്നത്? പഴയ ഷെയറുകളാണോ? പഴയ പാർട്ട്നേഴ്സ് ഉൾപ്പെടുമെങ്കിലും അവരുടെ പഴയ ഷെയർ അല്ല, പകരം അവരുടെ പുതിയ ഷെയർ ആണ്. സോ it includes the new shares of old partners and അവരുടെ മാത്രമാണോ? And what? The share of the incoming or the new partner. പഴയ പാർട്ട്നേഴ്സിന്റെ ഷെയറും. ഏത് ഷെയർ? പഴയ ഷെയർ അല്ല, പുതിയ ഷെയർ. പഴയ പാർട്ട്നേഴ്സിന്റെ പുതിയ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുകയും അതോടൊപ്പം പുതിയ പാർട്ട്ണറുടെ ഷെയർ കൂടി ചേർക്കുകയും ചെയ്യുമ്പോൾ we will get new profit sharing ratio. So it includes the new shares of old partners and the new partners share. So there is an equation to calculate the new ratio. And what is the equation? New share is equal to old share minus sacrifice. New share is equal to old share minus sacrifice. In other words, N is equal to O minus S. N new share, O old share, S sacrifice. Okay? ഓർത്തിരിക്കുക, എല്ലായ്പ്പോഴും സാധാരണഗതിയും പഴയ ഷെയർ ആണ് കൂടുതൽ. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യാഗമാണ്, വിട്ടുകൊടുക്കലാണ്. പഴയ ഷെയറിൽ നിന്ന് ഒരു ഭാഗം പുതിയ പാർട്ട്ണർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? പുതിയ ഷെയർ കിട്ടുന്നത്. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദ ഇക്വേഷൻ ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് നോക്കാം. എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് പഠിക്കാം. The ratio in which the old partners sacrifice or surrender a part of their shares in favor of the new partner. എന്താണ്? It is the ratio in which the old partners, old കളർ മാറ്റിയിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തോണം. ഓക്കെ, നോട്ട് എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഓൾഡ് പാർട്ട്നേഴ്സ് ആണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ഓർ സറണ്ടർ. ഒന്നുകിൽ അവർ ത്യജിക്കുന്നു അല്ലെങ്കിൽ അവർ വിട്ടുകൊടുക്കുന്നു, സറണ്ടർ ചെയ്യുന്നു. വാട്ട്? എ പാർട്ട് ഓഫ് ദെയർ ഷെയർ, എ പാർട്ട് ഓഫ് ദെയർ ഷെയർസ്. അവരുടെ ഷെയർ മുഴുവൻ വിട്ടുകൊടുക്കുന്നില്ല, അവരുടെ ഷെയറിൽ ഒരു ഭാഗം ആർക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്? ആർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു? പുതിയ പാർട്ട്ണർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. വീണ്ടും പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം പുതിയ പാർട്ട്ണർക്ക് വേണ്ടി ത്യജിക്കുന്നു, വിട്ടുകൊടുക്കുന്നു എങ്കിൽ അത് ഏത് റേഷ്യോയിലാണോ സംഭവിക്കുന്നത് ആ റേഷ്യോയാണ്, ഏത് റേഷ്യോയിലാണോ സാക്രിഫൈസ് ചെയ്യുന്നത് ആ റേഷ്യോയാണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യൂഷ്വലി all the old partners sacrifice, but sometimes only some of them sacrifice. ചിലപ്പോഴെങ്കിലും
എന്ത് സംഭവിക്കാം, എല്ലാവരും സാക്രിഫൈസ് ചെയ്യണമെന്നില്ല. പഴയ പാർട്ട്നേഴ്സ് ചിലപ്പോഴെങ്കിലും അതിൽ ഒന്നോ രണ്ടോ പേർ അല്ലെങ്കിൽ ഒരാൾ മാത്രവും സാക്രിഫൈസ് ചെയ്യാം. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. Now the equation is sacrifice is equal to old share minus new share. Old share minus new share. അപ്പോൾ equation S is equal to O minus N. O minus N. S sacrifice, O old share, N new share. അപ്പോൾ പഴയ ഷെയറിനേക്കാളും ഈ സാക്രിഫൈസ് മൂലം എന്തോ കുറവുണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ പഴയ ഷെയറിനേക്കാളും പുതിയ ഷെയർ സ്വാഭാവികമായിട്ടും നാച്ചുറലി നോർമലി ദ ന്യൂ ഷെയർസ് വിൽ ബി ലെസ് ദാൻ ദ ഓൾഡ് ഷെയർസ്. ആരെ സംബന്ധിച്ച്? ഓൾഡ് പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച്. സോ ദ ഓൾഡ് ഷെയർ, പണ്ട് എനിക്ക് ഇത്രയും കിട്ടിയിരുന്നു, അതാണ് ഓൾഡ് ഷെയർ. ഇപ്പോൾ എനിക്ക് ഇത്രയും കിട്ടുന്നുള്ളൂ, അതാണ് ന്യൂ ഷെയർ. ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു സാക്രിഫൈസ്. ഇത്രയും കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് ഇത്രയുമേ എനിക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ എനിക്ക് ഇത്രയും ഭാഗം കുറവുണ്ട്, വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സാക്രിഫൈസ്. സാക്രിഫൈസ് ഈസ് ദ ഷെയർ സറണ്ടേഡ് ഓർ ഗിവൺ അപ്പ് ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർക്ക് വേണ്ടി പഴയ പാർട്ട്നേഴ്സ് വിട്ടുകൊടുത്ത ഷെയറിന്റെ ഭാഗത്തെയാണ് സാക്രിഫൈസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ? ആ സാക്രിഫൈസുകൾ, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസുകൾ ഒരു റേഷ്യോ ആക്കി മാറ്റുകയാണെങ്കിൽ ആ റേഷ്യോയാണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് വിവിധ സാഹചര്യങ്ങൾ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതുപോലെ സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വിവിധ സാഹചര്യങ്ങൾ. ഇതിൽ 9 സിറ്റുവേഷൻസോളം വരുന്നുണ്ട്. ഓരോ മെത്തേഡായിട്ട് പഠിച്ച് വേണം മുമ്പോട്ട് പോകാൻ, അടുത്ത മെത്തേഡിലേക്ക് പോകാൻ അല്ലെങ്കിൽ അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാൻ.